ജനറൽ കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഒരു പേഴ്സണൽ ആൻഡ് പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം. ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം, ജനറൽ കാറ്റഗറി ഉണ്ട്, പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം. അത് ജനത്തിൻ്റെ കൂട്ടമാണ്. ഈ ജനത്തിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അനുഗ്രഹം എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരുടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അതെപ്പോഴും ജനറൽ കാറ്റഗറിയിലുള്ളത് എന്താണ്? ഏതെങ്കിലും സമയത്ത് ഒരു മൈനസ് പോയിന്റ് വന്നാൽ വിശ്വാസത്തിൽ തെറിച്ചു പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ജനറൽ കാറ്റഗറി വരണത്. പൊതുവായിട്ടുള്ള കാറ്റഗറി ഈജിപ്തുകാരിൽ നിന്ന് അവിടെ കൊണ്ടുവന്നില്ലേ, ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ കക്ഷികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കണേ, ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചി ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വായു വെള്ളം ഊറണ്, ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അടിമത്തമാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോയ ദൈവത്തെ വേണ്ട, ഇറച്ചിച്ചട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ. അപ്പം തിരിച്ചു പോകാനുള്ള ആ വിശ്വാസത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, പകൽ തീത്തൂണും രാത്രി തീത്തൂണും പകൽ മെഘസ്തംഭവുമായി നയിച്ച ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ഒരു വളരെ കോഡിലായിട്ടുള്ളൊരു സോണിൽ നിന്ന് തെറിച്ചു പോകാൻ വേണ്ടി ജഡിക മനുഷ്യന് എപ്പോഴും ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഡേഞ്ചർ സോണിലാണ്, ഇവനെ എപ്പോഴെങ്കിലുമായിട്ട് ദൈവം എലിമിനേറ്റ് ചെയ്തിരിക്കും. ഒരിക്കലും വിശ്വാസത്തിനും തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം ലഭിക്കാതിരിക്കുകയോ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിബന്ധനകൾ മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ, ജനറൽ കാറ്റഗറിയിൽ തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കുകയാണ്. തിരിച്ചുപോക്കുകാരെന്താണ് പറയണത്? അത് അവർ എന്താ പറയണത്? 16 പുറപ്പാട് 13:3 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 16:3. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കണില്ല. മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിലെ വിശ്വാസരാഹിത്യത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നു. അതാണ് പ്രശ്നം. ദൈവത്തെ മറന്ന് ജീവിച്ച കാലത്തെ ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കിട്ടാനത് താമസിക്കുകയാണെങ്കിൽ തിരിച്ചു പോകണമെന്ന് തോന്നും. ഇത് പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളേതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മോസസിനോട് പറയും, ജനത്തിനെയും ദൈവത്തിനെ അറിയാം, മോസസിനെയും അറിയാം. ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ വിവേചകം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ജനത്തിന് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ജനത്തിനെ കൊല്ലാനൊന്നും മോസസിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മോസസ് അത് ചെയ്തിരിക്കും. അതാണ് മോസസ്. ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ, ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു സംശയമില്ല. തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി. ദൈവിക മേഖലയും ദൈവിക കൃപയും ഇന്ന്
ഭൗതികമായ നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നു. ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരും. എന്ത് സംഭവം എന്നറിയാമോ? അത് അറിയണം. എന്തുണ്ടെങ്കിൽ പുറപ്പാട് 32:7 പുറപ്പാട് 32:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 32:7 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ട ജനം. സീനായി എന്ന് ഉടമ്പടി കൊടുത്തതിന് ശേഷം ജനം പെട്ടെന്ന് ഉടമ്പടിയിൽ 6 ദിവസമായിട്ട് മോശത്തിനെ കണ്ടില്ല. 6 ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പോകും. ആ പെട്ടെന്ന് വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടാ? നമ്മൾ കാണിക്കണ കാട്ടായമാണ് ആ സംഭവം. നീ താഴേക്ക് ചെല്ലുക. ഒന്നുകൂടെ വായിച്ചത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം എന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗം എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉടമ്പടിയിൽ നിന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റും. ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായെന്ന് നടത്താം. എന്നുവെച്ചാൽ ചായ ഒടിക്കാനല്ല, വെട്ടിക്കളയാൻ. എന്നുവെച്ചാൽ നിന്നെ ഓഹരിയിൽ നിന്ന് നിന്നെ മാറ്റിക്കളയപ്പോഴ്. മാസസ് പിന്നെ പറയുന്ന ഭാഗങ്ങൾ താഴെ ഉണ്ടെന്ന് വായിച്ചേ. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പണിപാളി കണ്ട. അതായത് ദൈവം ഇത്രയും പരിപാലിച്ച് ഈ ജനത്തിനെ വാഗ്ദാന നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ മധ്യത്തിൽ വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഇനി സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴേ ഈ ജനത്തിന് ഉടനെ ജനം പറയണേ, ഒരു ഏതെങ്കിലും ഒരു കാലത്ത്, ഉടമ്പടി കാലത്ത് ഒരു 0 hour ഉണ്ടാകും. ഇത് അപകടം പിടിച്ച സംഭവമാണ്. വിമാനം ഇങ്ങനെ പോയി കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എയർ പോക്കറ്റ് വരത്തില്ലേ, അപ്പം തന്നെ വിമാനം കുത്തിക്കൊണ്ട് വരും താഴേക്ക്. അപ്പോൾ നമ്മളവർക്ക് ഇപ്പം ഇത് താഴേക്ക് വീഴുമെന്ന്, പിന്നെ അത് നേരെയാകും. അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ടാകും നമുക്ക്. ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ്. പക്ഷേ ഏതെങ്കിലും 2 ആഴ്ച, ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതിനകത്തുള്ളതാണത്. ഇപ്പം നോക്കിയാൽ ഉടമ്പടി ജനമാണ്. മോസസിനെ കാണാനില്ല, ദൈവത്തിനെ കാണാനില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥനയുടെ ഉത്തരമില്ല, എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനം എന്താ വിചാരിക്കണത്? ജനം ഉടനെ മനസ്സുകൊണ്ട്, അവരാരും നടന്നു പോകാൻ പറ്റത്തില്ല, പക്ഷെ അവർ മനസ്സുകൊണ്ട് തിരിച്ചുപോയി. എന്താ പറഞ്ഞ? മനസ്സുകൊണ്ട് ജനം തിരിച്ചുപോയി. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ എപ്പോഴായാലും അവൻ തിരിച്ചു പോയിരിക്കും. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ, ഇപ്പം ചില ആൾക്കാർ നോൻപിന് വെള്ളമായിട്ട് നിർത്തിയിട്ടില്ലേ, എന്നിട്ട് ഈസ്റ്ററിനെ ഘോഷിക്കാമെന്ന് പറഞ്ഞിരിക്കണില്ലേ? പേപ്പട്ടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, ഒരു സംശയമില്ല. നീ ദൈവത്തെ വഞ്ചിക്കാണ്. നീ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നോ? നോൻപ് കഴിയുമ്പോൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ? എന്നെ പിന്നെ ഇപ്പം അടിച്ചു പൊളിക്കാൻ പോലെ നീ എന്താ ദൈവത്തെ പറ്റിക്കണേ? അപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നവൻ
എപ്പോഴായാലും തിരിച്ചു പോയിരിക്കും. ഓർക്കുക, തിരിച്ചു പോണവൻ പ്രവണത ഉള്ളവൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നെ നിനക്കറിയാവൻ തന്നെ എഴുതിയിരിക്കണത്. എന്നെ നിന്നെ എനിക്ക് അറിയാവൻ തന്നെ എഴുതിയിരിക്കണത്. ദൈവത്തിന് എഴുതുന്ന ഒരു വാക്കാണത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന വാക്കാണത്. എന്താണ്? നിന്നെ എനിക്കറിയാവെന്ന്. വേറെ ഒന്നും എഴുതത്തില്ല, വിശദീകരണമൊന്നുമില്ല. ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ വിശദീകരണം ടക് ടക് ടകാന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ എഴുതണ ഇത്രേ ഉള്ളൂ. എന്താണ്? നിന്നെ എനിക്ക് അറിയാം. അത്ര എഴുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിയിരുന്നു. ഉറങ്ങിപ്പോയതല്ല, കുർബാന സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഇടത് കയ്യെ വാച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു മഞ്ഞ ഡയലാണ്. അതെനിക്ക് ഡയൽ കാണാം. പെട്ടെന്ന് ഒരു തീ ഇറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി. അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, കടികാരമാണല്ലോ, കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത്. സമയം തീർന്നാ? എൻ്റെ സമയം തീർന്നാന്ന് ഞാൻ ചോദിച്ചത്. കർത്താവിനോട് ചോദിക്കാറില്ല, സമയ കടികാരമല്ലേ, സമയ കടികാരം കത്തിപ്പോയി. അപ്പം എൻ്റെ സമയം തീർന്ന എന്ന് ഞാൻ ചോദിച്ചു. ചോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ പറഞ്ഞു, കർത്താവേ, അപ്പോൾ എനിക്കൊരു 4 എന്നും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ 4 ഫിക്സാണ് കേട്ടോ. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പര് നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞ്. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക്. ഇത് ഉടമ്പടിയിൽ വേറൊരു ലോകമാണ്. ഉടനെ ഞാൻ വിശ്വപ്രവാചനിൽ വചനം തുറന്നപ്പോൾ 2:4. എന്ത്? യൂക്കാടെ സുവിശേഷം 2:4. എന്താ പറയണത്? ജോസഫ് എന്ത് ചെയ്ത്? പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, കർത്താവ്, ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, എനിക്കത് മതി. അതാണ്. അപ്പം അവർ ഗർഭിണിയാന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അവർ വാഗ്ദാന പേടകമാണെന്ന്. അവർ വാഗ്ദാന പേടകമാണ്. സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് തൈക്കാട്ടുശ്ശേരി വെച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗത്തിൽ ഒരാലയം കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ പുസ്തകം, വെളിപാട് 11:19. വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. പറഞ്ഞ, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കിരീടം. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞത്, മകനെ, ഈ 2 വരി 2 അധ്യായത്തിൽ കിടക്കുകയാണ്. ഇത് 2 ഒന്നായിരുന്നു. അധ്യായം ഇട്ടവന് വന്ന പെസകാണെന്ന്, അധ്യായം തിരിച്ചവന് വന്ന പെസകാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, അതായത് 11ഉം 12ഉം ആ വചനമെല്ലാം ഒന്നാണ്. അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു, വാഗ്ദാന പേടകം കാണപ്പെട്ടു. പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ്? ഒരു സ്ത്രീയാണെന്ന്, അവൾ ഗർഭിണിയായിരുന്നെന്ന്. അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് ഉടമ്പടി മാതാവ് എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞത്, നിൻ്റെ കാലം എപ്പോൾ എത്തിയാലും നിൻ്റെ കൂടെ അമ്മ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. കൂടെ സഞ്ചരിക്കുന്ന നന്ദി പറയുന്നു. കൊണ്ടുപോകുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു.
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ മക്കളെ, നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണുകയും അതിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. ദൈവാനുഭവത്തിന് പ്രധാന ഒന്നാമത്തെ ദൈവാനുഭവം, ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും. നീ ഇത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണില്ലല്ലോ. അവസാനം ഒന്നുമില്ലേ, കെട്ടിച്ചു വിട്ട മകളുടെ കാര്യം എഴുതി വെക്കും. കെട്ടിച്ചു വിട്ട മകൾക്ക് എഴുതണ്ടെന്നല്ല കാര്യം, എഴുതാനുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ, കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ. അത് ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പഴിച്ച് ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നടുകട എഴുതാനാണ് എൻ്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും. അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകും. എന്താ കാര്യം? നീ ലോകത്താനാ, നീ ദൈവിക ജീവനം നിന്നെ വസിക്കണില്ല. നീ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കണം. ആ ദൈവത്തിന് എന്തിനാ പിടികൊടുക്കണം? ദൈവത്തിന് പിടികൊടുക്കരുത്, മറിച്ച് ദൈവം നമ്മളെ പിടിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഇങ്ങനെ ഉടമ്പടിയുടെ കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം. തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊള്ളൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വെച്ചാൽ അതിൻ്റെ എലിമിനേഷനിലേക്ക് നമ്മളുള്ള ഇപ്പോൾ തന്നെ നമ്മളുള്ള സ്മിർണയിലെ സഭയെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് എടുത്ത് 3:2 എടുത്ത് 3:2. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പറഞ്ഞ് ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇടുന്നത് ഒരു വിഷയം. പക്ഷെ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ. അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത്. എന്താ കാര്യം? പത്രം കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളെ വെച്ചിട്ടുണ്ട്.
ബേൺ ചെയ്ത് കളയാൻ വേണ്ടി. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ തറവാട്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ. അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കരുതെന്ന് പറയും അച്ഛന്മാരോട്. കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ്. എന്താണ് അവരെ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഹ ഇട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും. അല്ല പാച്ചിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും. ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യതരാണ്, ഞാൻ ബാധ്യതരാണ്. കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ സംഭവം. അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യും, എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും. സ്റ്റാറ്റസിന് ബേൺ ചെയ്ത് കളയേണ്ട സ്ഥാനമാണത്. അത് ബേൺ ചെയ്യേണ്ട കളയേണ്ട കാര്യം. അപ്പം ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും. അപ്പോൾ എന്തിനാണ് ദൈവത്തിനെ പറഞ്ഞ് ദൈവത്തിലേക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തിനാണ് പണി മേടിക്കണേ? മറിച്ച് മര്യാദയ്ക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും. ഉടമ്പടി അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും. എന്താ കാര്യം? അവൻ സത്യസന്ധനാണ്, അവൻ ആരെയും പറ്റിക്കണില്ല, അവൻ ആരുടെ മുമ്പിൽ മുഖംമുടി അളിയുന്നില്ല, തുണി ഉരുന്നി കളയണില്ല, അവൻ മര്യാദക്ക് ഉടുപ്പിട്ടിട്ട് സഭയുടെ വസ്ത്രം ചുറ്റുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം. അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത്. ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ്. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാമല്ല, ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം. ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം, വിസ ഇപ്പം പാസ്സാകണം, അതൊക്കെ നിസ്സാര കാര്യമാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം അവരുടെ പേരെന്നാ, ഒരു കഴിഞ്ഞ ദിവസം ചേച്ചി തിരുവനന്തപുരത്ത് സാക്ഷ്യം പറഞ്ഞല്ല, ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടത് നല്ലതായിരിക്കും. ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഐറിൻ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാ. പിള്ളോടിയാണ്, ഭയങ്കര വിസ, സഹിക്കാൻ പറ്റാത്ത വിസ. അങ്ങനെയൊക്കെ ദുബായിലാണ് ജോലി. അപ്പം ആ കമ്പനിക്കാരൻ മാനേജർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളി കേട്ടില്ല. പുള്ളി കേൾക്കാതെ എപ്പോഴും വീശി തന്നെയാണ്, വെളിവില്ലാതെയാണ് കമ്പനി ചെല്ലണത്. വെളിവില്ലാതെ കമ്പനി ചെന്ന് ചെയ്യണമൊക്കെ തെറ്റിപ്പോയി അവസാനം അയാൾ മാനേജർ തന്നെ വിളിച്ച് വൈഫിനോട് പറയും, നാട്ടിൽ ജോസഫിനെ കൊണ്ട് സഹിക്കട്ട് കേട്ടാ, ഇയാളെ കയറ്റി പിടിക്കണേ. സാറേ കയറ്റി വിടല്ലേ സാറേ, ഞങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇതിപ്പോൾ 4ാമത്തെ വാണിങ്ങാണ് കൊടുത്തിരിക്കണത്. ഇനി സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയണേ. ഇപ്പോൾ ഇവർ പട്ടാങ്ങി പറക്കെ പറഞ്ഞെങ്കിലും ഫോണോടെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അവർ കൊറിയർ ചെയ്ത് ചാക്കൽ കെട്ടി സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടവർ കൊറിയർ വന്ന് ഇവിടെ ഇറങ്ങി വെളിവില്ലാതെ. അതെല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഐറിൻ ചേച്ചി ഭയങ്കര വില്ലത്തിയാണ്. അവരൊന്നും ഇപ്പം സാരമില്ല, നമുക്ക് പണിയുണ്ട്. എന്താണ്? കൃപാസന മാതാവുണ്ടെന്ന്. അതാണ് വിഷയം. ഒരു മനുഷ്യന്മാർ ജീവിതത്തെ കാണുന്ന രീതിയില്ലേ. ഭർത്താവിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരിങ്ങോട്ട് കൊറിയർ ചെയ്തിരിക്കുകയാണ്, ജീവിതം തീർന്നിരിക്കുകയാണ്. പക്ഷെ അവർ ജീവിതത്തിനോട് അവർ ടാച്ചാകുന്നില്ല. അത് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവുണ്ട്. നേരെ ഒന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ആരും പറയും ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാമെന്ന് പറയും. ഈ ചേച്ചിമാരുടെയൊക്കെ ഒരു ധൈര്യമേ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് വിട്ടതാണ്. ഇയാളെയും കൊണ്ട് അവർ ഉടമ്പടിയുടെ ധൈര്യത്തിൽ പറയും, ഉടമ്പടി പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തതിൻ്റെ വിശ്വാസ പ്രവണത ചൊല്ലിക്കൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ദുബായി ചെന്ന് ഭർത്താവിൻ്റെ കമ്പനി ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒരു എൽഡർ നേഴ്സാണ്, എനിക്ക് എങ്ങനെയായാലും ഇവിടുന്ന് എപ്പോഴായാലും എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാനെന്ത് ഏതെങ്കിലും തരത്തിൽ സീനിയർ സിറ്റിസൻസിനെങ്കിലും നോക്കിക്കൊണ്ട് ഞാൻ സെറ്റാകും, അതുവരെ ഈ മനുഷ്യനൊന്ന് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എടുക്കണ പ്രശ്നമില്ല, ഇയാളെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ്, ഇയാളെ കൊണ്ട് ഞാൻ സൈകെട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എടുക്കത്തില്ല, അമ്പിന് മില്ലും എടുക്കത്തില്ല. അപ്പോൾ ഉടനെ ഇവർ
തിരി കത്തിച്ച് വെച്ച് പച്ചത്തിരിയും നീലത്തിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് കാര്യം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്ന. എന്താ സംഭവം എന്നറിയാമോ? ദുബായ് ഗവൺമെൻറ് അന്ന് വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്ത്. എന്താണ്? ഇന്ത്യക്കാരൻ്റെ വിസ ക്യാൻസലാക്കി കളഞ്ഞു. ഇന്ത്യക്കാരൻ്റെ മൊത്തം വിസ ക്യാൻസലാക്കി കളഞ്ഞു. അതോടുകൂടി എന്നാ പറ്റിയത്? ഇങ്ങനെ അതോടുകൂടി ഈ ജോസഫിന് പകരം വേറെ ഒരുത്തിനെ എടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പം നിയമം വന്നിരിക്കുകയാണ്. എന്താണ്? വിസ ക്യാൻസലായെന്ന്. ഇപ്പം വിസ ഉള്ള ആർക്കാണ്? ജോസഫിന് മാത്രം. ജോസഫിനെ തിരിച്ചെടുത്തവർ. ആ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്ത ചേച്ചിയാണ് അതിൻ്റെ താരം. മനസ്സിലായില്ലേ? ഒരു ജീവിതം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേ അവരുടെ പേരെന്നാ? ഐറിൻ ചേച്ചിയാണ് അതിൻ്റെ താരം. അവർ വിട്ടുകൊടുക്കണില്ല, അവർ വീഴുന്നില്ല. അവർ ഉടമ്പടി കാശ് കൊടുത്ത് തൂങ്ങി അവർ ദുബായിൽ എത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ റീസ്റ്റേറ്റ് ചെയ്യണം. കമ്പനിയെ കൊണ്ട് രാജ്യത്തിൻ്റെ നിയമം മാറ്റിക്കൊണ്ട് അമ്മയിൽ വിശ്വസിക്കുമ്പോഴേ, അമ്മയെ മധ്യസ്ഥയാക്കി കഴിയുമ്പോഴേ ആ കൃപാസന അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഉടമ്പടി മാതാവാണ്, വാഗ്ദാന പേടകമാണ്, നമ്മുടെ എല്ലാത്തിൻ്റെ ആശയുടെ അടിസ്ഥാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഇത്രയും ധൈര്യം കിട്ടിയെന്ന് പറയാം. അനു എന്നും പറഞ്ഞ ഒരാളെ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഈ അയറിൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്മാർ കൃപാസനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ. അയറിനെ കണ്ടപ്പോൾ അനു പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷയമുണ്ട്. അപ്പം നിങ്ങളോർക്കും നിങ്ങൾ ആ അനുവാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത്. എന്താണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അയറിനോട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് അവളുടെ തലയ്ക്ക് പിടിച്ച സംഭവം. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തോട് തോന്നണം. മോസസിനെ കുറിച്ച് തോന്നിയില്ലേ? എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാമെന്ന് പറയാൻ കാരണം? അതിൻ്റെ താഴെയുണ്ട്. അതായത് 32, അതായത് പുറപ്പാടിൻ്റെ 32 താഴെ ശ്രുതികട ഹല്ലേലൂയ 32:14 താഴെ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 32:14. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച 32:14 നിൽക്കണം നമ്മളെ പുറപ്പാട്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും,
ദൈവത്തോട് പറയും, അങ്ങനെ നീ നശിപ്പിക്കരുത്. നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വാഗ്ദാന നാട് കാണിക്കാം, അവകാശമായി നൽകാമെന്നും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കതിനുള്ള ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്തുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയാം. ആര്? ദൈവത്തിന് എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവർ നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. അതാണ് ദൈവം പറയണത്. എന്തിനു പറയും? ഉടനെ ദൈവം പറയുകയാണ്, പുറപ്പാട് 32:14, ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ ജനം മോശത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ജനത്തെ തെറ്റ് ചെയ്ത് ജനത്തെ ദൈവം വെറുതെ വിടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവൻ്റെ മാധ്യസ്ഥം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കുകയും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കടൽ കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോശത്തിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ, ഇവരെയും കൊണ്ട് വാഗ്ദാനം നാട്ടിപ്പോകുന്ന പ്രശ്നമില്ലെന്ന് പറയും. എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും, ഇതിൽ വിശ്വസിക്കാത്തവരെ, അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും, ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും. അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 3000-ൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാത്തവരോട് പറയും അവന്മാരുടെ പെടലെടുക്കാൻ പറയും. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത്, ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും. അതാണ് മോസസ്. അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന. എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം, അവനാണ് മോസസ്. എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ